ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കട്ട് പീസ് വെച്ചിട്ട് ഒരുപാട് ഫ്രോക്ക് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു പുതിയ ഡ്രസ്സ് തയ്ച്ചാൽ അതിൻ്റെ ബാക്കി പീസ് വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്രോക്കുകൾ തയ്ച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ആക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലൊരു നെഗറ്റീവ് പോലെ എനിക്ക് കമൻ്റായിട്ടും അതുപോലെ തന്നെ മെസ്സേജസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഞാനൊരു പുതിയ വീഡിയോ ഒരു കുർത്തി എന്തെങ്കിലും തയ്ച്ച വീഡിയോ ഇട്ടാൽ അതിൻ്റെ താഴെ വന്നിട്ട് അല്ലെങ്കിൽ മെസ്സേജായിട്ട് ചോദിക്കും, ഇതിൻ്റെ ബാക്കി പീസൊന്നും ഇല്ലേ എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ അത് നമ്മളോട് നോർമലായിട്ട് സംസാരിക്കുന്ന ഒരാൾ നമ്മൾ കളിയാക്കിയിട്ട് ചോദിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. ബാക്കി വന്ന പീസിന് നമ്മൾ കട്ട് പീസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതും ഒരു പുതിയ മെറ്റീരിയൽ തന്നെയാണല്ലോ. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ കളിയാക്കേണ്ട ആവശ്യമൊന്നും ശരിക്കും വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതൊരു പുതിയ മെറ്റീരിയൽ തന്നെയല്ലേ. ആ ഒരു മെറ്റീരിയൽ നമ്മൾ ബാക്കി വന്നതാണെന്ന് പറഞ്ഞ് കവറിൽ കെട്ടിയെടുത്ത് വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് നല്ലൊരു ഫ്രോക്കോ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തയ്ച്ചു കൊടുത്താൽ അവരിട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞാനങ്ങനെ ഒരു പീസും ഞാനങ്ങനെ എടുത്ത് വെക്കാറില്ല. ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ്. എനിക്ക് നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് ഞാനൊരു കണ്ടൻറ്റായിട്ട് എടുത്തു എന്നുള്ളൂ. നെഗറ്റീവ് മാത്രമല്ല കേട്ടോ, കട്ട് പീസ് വെച്ചിട്ട് ചെയ്യുന്നതിന് ഒരുപാട് പോസിറ്റീവ് മെസ്സേജസും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ തന്നെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റെഡും ബ്ലാക്കും കൂടെ കൂടിയിട്ടുള്ളൊരു ഫ്രോക്ക് ഉണ്ടല്ലോ, ആ ഒരു ഫ്രോക്കിനൊക്കെ ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രോക്ക് തന്നെ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫ്രോക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതൊന്നും കൂടെ ഫ്ലെയർ ആയിട്ട് ചെയ്തൂടെ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഫ്രോക്കാട്ടോ, ഒന്നും കൂടെ ഫ്ലെയർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ബാക്കി വന്ന പീസ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ആളെന്നെ പറഞ്ഞു, ഓ അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലോ, ബാക്കി വെച്ച പീസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ, അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പീസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കും, അല്ലാതെ അത് വെച്ചിട്ടൊന്നും ചെയ്യലൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായല്ലോ. അപ്പോൾ അങ്ങനെ കട്ട് പീസ് വെച്ച് ചെയ്തതാണെങ്കിൽ ഒരുപാട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ കട്ട് പീസ് വെച്ചിട്ട് ചെയ്ത ഫ്രോക്കുകൾ തന്നെയാണ്. ചെറിയ കുട്ടികൾക്ക് നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു കടയിൽ നിന്ന് വാങ്ങണ പോലത്തെ നല്ലൊരു ഫ്രോക്കായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വെറുതെ നമ്മൾ പീസ് കവറിൽ കെട്ടിയിട്ട് എടുത്ത് വെക്കണക്കാട്ടിലും നല്ലതല്ലേ ഇങ്ങനെ കട്ട് പീസ് വെച്ചിട്ടൊക്കെ ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറുതെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഇതങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടു എന്നുള്ളൂ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നല്ല നല്ല മോഡലുകളൊക്കെ നോക്കിയിട്ട് ഫ്രോക്കായി നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും മക്കൾക്കോ ഒക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ കട്ട് പീസ് വെച്ചിട്ട്. അപ്പോൾ നെഗറ്റീവ് വന്നാലും നമ്മൾ എന്ത് ചെയ്യൂല, കട്ട് പീസ് എടുത്ത് വെക്കൂല എന്നുള്ളൊരിതാണ് കേട്ടോ. ഒരു കമൻ്റായിട്ടും അതുപോലെ തന്നെ ഒരു കണ്ടൻ്റായിട്ടൊക്കെ ആ ഒരു മെസ്സേജ് ഞാൻ എടുത്തിട്ട് ഒരു വീഡിയോ ആക്കിയെന്നുള്ളൂ. അല്ലാതെ ആരോടുള്ള ഒരു ദേഷ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പറഞ്ഞ ആൾക്ക് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ അയച്ചിരുന്നല്ലോ എന്നുള്ളത്. ചിലപ്പോൾ ആൾ വീഡിയോ പോലും കാണുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടെ ഉള്ളൊരു മെസ്സേജ്, നമ്മുടെ കയ്യിലൊക്കെ ഇതുപോലത്തെ നല്ല നല്ല പീസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കാതെ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കെങ്കിലും ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ ആരെയും മോശമാക്കിയിട്ട് പറയുന്നല്ല. ആ ഒരു മെസ്സേജ് അയച്ച ആളോട് നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഇടാൻ പറ്റിയല്ലോ. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഇനിയും എടുത്തു വെച്ച പീസൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, പുതിയ ഫ്രോക്കൊക്കെ തയ്ക്കാൻ തോന്നിയാലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെറുതെ ഒരു വീഡിയോ ചെയ്തതാണ്. ഞാനിതിൽ ചെയ്ത ഫ്രോക്ക് ഫുള്ള് ഇതിൽ കണ്ട ഫ്രോക്ക് ഫുള്ള് കട്ട് പീസ് വെച്ച് ചെയ്തതാട്ടോ. നല്ല നല്ല ഫ്രോക്കുകൾ ചെയ്യാനും എടുത്തു വെച്ച കട്ട് പീസൊക്കെ എടുത്തിട്ട് പുതിയ ഫ്രോക്ക് തയ്ക്കാനൊക്കെ എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.